ഹലോ മച്ചാമാരെ, എല്ലാവർക്കും ഡെഹാറ്റ് KBFC എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ എല്ലാവരും ഇതിനോടകം തന്നെ അറിഞ്ഞു കാണും കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ മിഡ്ഫീൽഡ് ജനറൽ അഡ്രിയാൻ ലൂണക്ക് പരിക്ക് പറ്റിയ കാര്യം. കൊച്ചിയിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടായ പനമ്പള്ളി നഗറിൽ വെച്ച് ഒരു ട്രെയിനിങ് സെക്ഷന്റെ ഇടയിൽ ലിഗമെന്റ് ഇഞ്ചുറിയാണ് അഡ്രിയാൻ ലൂണക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ മുംബൈയിലേക്ക് ട്രാവൽ ചെയ്തിരിക്കുകയാണെന്നും അവിടെ സർജറിക്ക് ശേഷം 1 വീക്ക് അവിടെ റെസ്റ്റ് എടുത്തതിനു ശേഷം അദ്ദേഹത്തിന്റെ നാടായ ഉറുഗ്വേയിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോയി അവിടെ 3 മാസം റെസ്റ്റ് എടുക്കുമെന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും തുരുതുരാന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബിന്റെ ഭാഗത്ത് നിന്ന് അഡ്രിയാൻ ലൂണയുടെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമുക്ക് ഏറ്റവും അധികം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് മാർക്കസ് മർഗലാവോ. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ലൂണ ഇപ്പോൾ മുംബൈയിൽ തന്നെ ഉണ്ട്. എന്നാൽ അദ്ദേഹം സർജറിക്ക് വേണ്ടിയാണോ അതോ കൺസൾട്ടേഷന് വേണ്ടിയാണോ അവിടെ വന്നിരിക്കുന്നതെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. അത് ക്ലിയർ അല്ല എന്ന് തന്നെയാണ് മാർക്കസ് മർഗലാവോ പറയുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബിനോടും ഡയറക്റ്റ് ഈ ഒരു വിഷയത്തെ പറ്റി എൻക്വയറി ചെയ്തു എന്നും പറയുന്നുണ്ട്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് അറ്റ് ദ മൊമെന്റ് ലൂണയുടെ പരിക്കുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്ലബ്ബ് ഇപ്പോൾ ഒന്നും വിട്ടുപറയാത്തതിന്റെ കാരണം വേറൊന്നുമല്ല, ലൂണ ഇപ്പോൾ മുംബൈയിലേക്ക് ട്രാവൽ ചെയ്തിട്ടേ ഉള്ളൂ. മുംബൈയിൽ എത്തിയതിനു ശേഷം MRI സ്കാനിംഗ് ഒക്കെ ചെയ്ത് മെഡിക്കൽ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ക്ലബിനൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കാൻ സാധിക്കുകയുള്ളൂ. മുട്ടുകാലിന് പരിക്കേറ്റ് എന്ന് പറയുമ്പോൾ ലിഗ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയാൽ മാത്രമേ അദ്ദേഹത്തിന് മാസങ്ങളോളം പുറത്തിരിക്കേണ്ടതായിട്ട് വരികയുള്ളൂ. ഇനി പാർഷ്യലി TSO സ്ക്രാച്ചിങ്ങോ മറ്റോ ആണോ സംഭവിച്ചെങ്കിൽ അദ്ദേഹത്തിന് ഫിസിയോ ചെയ്ത് അത് റിക്കവർ ചെയ്തെടുക്കാവുന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ ലൂണയുടെ MRI സ്കാനിംഗ് റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ലൂണക്ക് 3 മാസത്തോളം നഷ്ടമാകും, സീസണിൽ നിന്ന് തന്നെ ഔട്ടാവും എന്നൊക്കെ പറയുന്നത് തൽക്കാലം അനുമാനങ്ങൾ മാത്രമാണ്. എന്തായാലും അദ്ദേഹം ഇനി കുറച്ച് നാളത്തേക്ക് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കളത്തിൽ ഉണ്ടാകില്ല എന്നൊരു കാര്യം 100% ഉറപ്പാണ്. നമുക്കെന്തായാലും പ്രാർത്ഥിക്കാം, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, അദ്ദേഹത്തിന് സ്പീഡി റിക്കവറി തന്നെ ചെയ്തു വരാൻ സാധിക്കട്ടെ. എന്തായാലും ഇന്ന് ISL കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമാണ്. പഞ്ചാബ് FC ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ എതിരാളികൾ. ഇത്രയും കാലം കേരള ബ്ലാസ്റ്റേഴ്സ് ലൂണയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഫുട്ബോളാണ് കളിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇനി ലൂണ ഇല്ലാത്തത് കൊണ്ട് തന്നെ അടപടലം മാറ്റങ്ങളായിരിക്കും ലൈനപ്പിൽ ഉണ്ടാവുക. ലൂണ ഒരു പ്ലെയറിനേക്കാൾ നമുക്ക് എല്ലാവർക്കും ഒരു ഇമോഷൻ തന്നെയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബിന്റെ എഞ്ചിനാണ് ഇപ്പോൾ തകരാറ് പറ്റിയിരിക്കുന്നത്. ഈ എഞ്ചിനില്ലാത്ത വണ്ടിയെ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് എത്രത്തോളം തള്ളി ഇനി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് നോക്കി കാണേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന് കളിക്കാനായിട്ട് പോകേണ്ടത് മുംബൈ സിറ്റി FCക്കെതിരെയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയുമാണ്. വളരെ കടുപ്പമേറിയ മത്സരങ്ങൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇനി വരാനിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു മസ്റ്റ് വിൻ മാച്ച് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഈ സംഭവ വികാസങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുവന്നിരിക്കും. ബൈ, സ്റ്റേ ട്യൂൺഡ്.